പലരും എന്നെ വിളിച്ച് പല സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ചിലരുടെ സംശയം എന്റെ മെസ്സേജുകൾ കുറെ നാളുകൊണ്ടേ കാണുന്നുണ്ട്. അത് പലതും വിട്ടുപോകാറില്ല, ഏതാണ്ട് എല്ലാം തന്നെ കാണുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഇങ്ങനെ കണ്ടു വരുമ്പോൾ ഒരു ഭയങ്കരമായ ഒരു കൺഫ്യൂഷൻ ഇതിലൂടെ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ അമ്പലത്തിൽ ഉള്ള വിഗ്രഹാരാധന അല്ലെ അമ്പലത്തിൽ പോകുന്നതിന്റെ കാര്യം എന്ന് പറയുമ്പോൾ ചില മെസ്സേജിൽ പോയാൽ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്, ചിലതിൽ പറയുന്നുണ്ട് പോകരുത് എന്ന് പറയുന്നുണ്ട്, ചിലതിൽ പറയുന്നുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പോകണം, ചിലതിൽ പറയുന്നുണ്ട് പോകണം. അപ്പൊ എന്താണ് ഇതില് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് പലരും വിളിക്കുന്നുണ്ട്. ഇത് ശരിക്കും ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ ആത്മീയ വളർച്ചയുടെ ഓരോ സ്റ്റേജുകളിലും ഓരോരുത്തർക്കും വേണ്ട കാര്യങ്ങളിനകത്ത് പറയുന്നുണ്ട്. ഇതാണ് ശരി, ഇതാണ് തെറ്റ് എന്നൊരു സംഗതി ഈ പ്രപഞ്ചത്തിൽ ഇല്ല. ഓരോ ആത്മാക്കൾക്കും അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് അനുസരിച്ചാണ് ശരിയും തെറ്റും വരുന്നത്. ഇപ്പൊ ഒരു കൊച്ചു കുട്ടി, വെറും ഒരു തത്തി നടക്കുന്ന ഒരു കുട്ടി, ഒന്നും പറഞ്ഞൂടാ, അമ്മ അങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് ചെല്ലും, അവിടെ പോകുന്നപ്പോൾ അങ്ങോട്ട് പോകും. ഇങ്ങനെ തത്തി നടക്കുന്ന ഒരു കുട്ടിക്ക് നിയമങ്ങൾ ഇതൊക്കെയാണ്, ശരി ഇതൊക്കെയാണ്, വ്യവസ്ഥകൾ ഇങ്ങനെയൊക്കെയാണെന്ന് കൊച്ചുകുട്ടിയെ പഠിപ്പിക്കാൻ പറ്റുമോ? അപ്പൊ ആ കൊച്ചുകുട്ടിയെ ഫ്രീ ആയിട്ട് വിടും. എന്ത് ചെയ്താലും അച്ഛനും അമ്മയെ സഹിക്കും. അത് ചെറിയ കുട്ടിയല്ലേ, നമുക്ക് എന്ത് പറയാൻ പറ്റും? വഴക്ക് പറഞ്ഞാലും അവന് ഉപദേശിക്കാൻ പറ്റുമോ? ഉപദേശിച്ചാലും കൊച്ചിനല്ലേ മനസ്സിലാവൂ. പക്ഷെ കുറച്ചുകൂടെ കയറി വരുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ അത് പാടില്ല, ഇത് പാടില്ല, ഇത് തെറ്റ് എന്ന് പല ആവർത്തിച്ച് പറഞ്ഞും വിരട്ടിയൊക്കെ വരുമ്പോൾ ആ കുട്ടി അത് മനസ്സിലാക്കും. ഇത് ശരിയല്ല, ഇത് തെറ്റാണ് എന്നും പറഞ്ഞ പോലെ ആധികാരികമായിട്ട് നമുക്കൊന്നും പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റൂല. ചെയ്യരുത്, എടുക്കരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എടുത്താൽ എന്തുകൊണ്ട് കുഴപ്പം, ചെയ്യരുതെന്ന് പറഞ്ഞതിന്റെ കാരണം എന്ത് എന്നൊന്നും നമ്മൾ വിശദീകരിച്ചൊരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കുറച്ചുകൂടെ കഴിഞ്ഞു വരുമ്പോൾ ആ കുട്ടിക്ക് സംശയങ്ങൾ വരും. അപ്പൊ ഓരോരോ സംശയങ്ങൾ കൊച്ചിന് അച്ഛനമ്മമാരുടെ ഇങ്ങനെ കിണ്ടി ചോദിക്കും. അതെന്തെനിക്ക് അങ്ങനെ തരാത്തത്, അതെന്തെനിക്ക് ഇങ്ങനെ ചെയ്തുവിടാത്തത്, അതെന്തങ്ങനെ പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ആ കുട്ടിയുടെ ചോദ്യത്തിനനുസരിച്ച് ആ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചില വിശദീകരണങ്ങൾ അച്ഛനമ്മയും പറഞ്ഞു കൊടുക്കും. ഇതുകൊണ്ടാണ് ചെയ്തുവിടാ. അപ്പൊ പറയുന്ന കാര്യം പോലും ചിലപ്പം സത്യമായിരിക്കില്ല. ആ കൊച്ചിന്റെ ചോദ്യത്തിനനുസരിച്ച് മറുപടി എടുക്കും. ഇപ്പൊ രാത്രി വെളിയിറങ്ങരുതെന്ന് അമ്മ പറയുന്നു. അത് രാത്രി ഞാൻ വെളിയിറങ്ങിയ എന്ത് കുഴപ്പം? രാത്രി വെളിയിറങ്ങിയ ഊളം പിടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ പുലി പിടിച്ചുകൊണ്ട് പോകും എന്നൊക്കെ ചുമ്മാ കൊച്ചിനെ പറഞ്ഞ് പേടിപ്പിക്കും. അവിടെ ലക്ഷ്യം എന്താണ്? രാത്രി കുട്ടി വെളിയിറങ്ങരുത്, ഇരുട്ടത്ത് ഹോട്ടലിൽ പോയി വിളിച്ചിരുന്നാലും ഇങ്ങോട്ടിൽ പോയാൽ വീട്ടുകാർക്കാണ് ബുദ്ധിമുട്ട്. അപ്പൊ അതുകൊണ്ട് വെളിയിറങ്ങാതിരിക്കാൻ വേണ്ടി ആദ്യം വെളിയിറങ്ങരുതെന്ന് പറഞ്ഞ് കൊച്ചനുസരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് വെളിയിറങ്ങിയ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കൊച്ചുകുട്ടിക്ക് ഒരു ഇല്ലാത്തൊരു കഥയെന്ന് പറയും. അതാണോ സത്യം? അല്ല. പിന്നെ കുറച്ചുകൂടെ വലുതാകുമ്പോൾ എന്തെങ്കിലും ആഹാര സാധനങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇതെന്താണ്, ഇത് തിന്നൂടാത്തത്, തിന്നാലെന്ത് എന്നൊക്കെ ചോദിച്ച് കൊണ്ട് കാണിക്കുമ്പോൾ അയ്യോ തിന്നൂടാത്ത വിഷം എന്നൊക്കെ പറയുള്ളൂ. അല്ലാതെ അതിന്റെ അകത്തിരിക്കുന്ന ബാക്കി ആധികാരികമായിട്ടുള്ള കാരണങ്ങളൊന്നും കൊച്ചിന് പറഞ്ഞു കൊടുക്കൂല. ഇപ്പം ഒരു മാംസം കഴിച്ചാൽ ഇറച്ചി കഴിക്കുന്നത് എന്തുകൊണ്ടാണ്, വെജിറ്റേറിയൻ കഴിക്കുന്നത് എന്തുകൊണ്ടാണ്, ഇറച്ചി കഴിക്കുന്നത് പാപം എന്ത്, ആ മൃഗത്തിന്റെ മനസ്സ്, വിഷമം, പിന്നെ നെഗറ്റീവ് എനർജി എന്നൊക്കെ പറഞ്ഞ് കുട്ടിക്ക് ആഹാര സാധനങ്ങളോട് ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന് ഇനിയും വളരണം. ഇങ്ങനെ ഓരോ വളർച്ചയുടെ ഓരോ സ്റ്റേജ് അനുസരിച്ചാണ് ആ കുട്ടിയുടെ സംശയങ്ങൾ വരണതും ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതും നമ്മളതനുസരിച്ച് ഓരോ മറുപടികൾ പറഞ്ഞു കൊടുക്കണം. ഇതുപോലെ തന്നെയാണ് ഈ ആത്മീയ വളർച്ചയുടെ കാര്യത്തിലും. ഇത് ഭൗതികമായ ഒരു കുട്ടിയുടെ വളർച്ചയെക്കുറിച്ച് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്നു, പറയുന്നു എന്ന് പറഞ്ഞതുപോലെ ആത്മീയ വളർച്ചയിൽ പല ജന്മങ്ങളെടുത്താണ് ഒരു ആത്മാവ് വളരണം. അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായിരുന്ന സംശയങ്ങളോ ചോദ്യങ്ങളോ ജീവിത രീതിയോ ആയിരിക്കില്ല അടുത്ത ജന്മത്തിൽ. അപ്പൊ ഓരോ ജന്മത്തിലും എങ്ങനെയാണ് ഈ ആത്മാവ് വളരണത്? ഓരോ ജന്മത്തിലും പല അറിവുകൾ പല വഴി കൂടെ നേടും. ഗുരുക്കന്മാരിലൂടെ നേടാം, കണ്ട് മനസ്സിലാക്കി ഗ്രാസ്പ് ചെയ്ത് കണ്ട് മനസ്സിലാക്കി പല അറിവ് നേടാം. പക്ഷെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുമ്പോൾ സംശയങ്ങൾ വരും. എന്തുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ഇയാൾ ഇങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ടാണ് അമ്പലത്തിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഈ കാണുന്ന രൂപങ്ങൾ എന്ത് എന്നൊക്കെ പറഞ്ഞ് പല സംശയങ്ങൾ ഈ ഭക്തിയിൽ ബന്ധപ്പെട്ട് തന്നെ സംശയങ്ങൾ വരും. സംശയങ്ങൾ വരുമ്പോഴാണ് ആ ആത്മാവ് കുറച്ചുകൂടെ വളർന്നു വരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത്. മറ്റത് സംശയമേ വരൂല. അച്ഛനമ്മമാർ കാണിച്ചു തന്നു, ദൈവം എന്ന് പറയുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിച്ച ഫലം കിട്ടും, പ്രാർത്ഥിച്ച പ്രശ്നം മാറും, നമ്മൾ എന്ത് ചെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അച്ഛനമ്മമാര് കാണിച്ചു കൊടുത്തതിൽ അന്ധമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ അടുത്ത് നിന്ന് നമ്മൾ ഈ ആത്മീയത്തിന്റെ അടുത്ത ലെവലും കാര്യങ്ങളും പറഞ്ഞാലൊന്നും ഒന്നും മനസ്സിലാവൂല. അവരതിൽ തന്നെ നിൽക്കും. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ
എന്റെ മെസ്സേജുകൾ ഇപ്പോൾ കേൾക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷെ ആദ്യകാലത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ശിശുക്കളായിട്ടുള്ള ഒരുപാട് കേട്ടിട്ടുണ്ട്. അവർക്കൊന്നും ഇതൊന്നും പെട്ടെന്ന് ദഹിക്കില്ല. കാര്യം അവർക്കൊന്നും മനസ്സിലാവൂല. ഒരു കൊച്ചു കുട്ടിയുടെ അടുത്ത് പറഞ്ഞില്ലേ, ആഹാര സാധനത്തിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, ഇങ്ങനെയൊക്കെ വൈറ്റമിൻ സി, ഇതൊക്കെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നു, നമുക്ക് പ്രതിരോധ ശക്തി തരുന്നത് എന്താണ്, ഇന്നൊന്നും പറഞ്ഞ് ഈ കുട്ടിക്ക് ആഹാരം കൊടുക്കുമ്പോൾ കുട്ടി ഈ ആഹാരം ഇത് കഴിച്ചില്ല, ഇത് എനിക്ക് കഴിക്കണേ എന്തിനാണ്, ഇത് കഴിക്കണ്ട, എനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഈ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കൂല. പക്ഷെ നമ്മൾ 8ാം ക്ലാസ്സിലോ അല്ല 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലൊക്കെ ഇതിനെക്കുറിച്ച് അറിവ് കിട്ടിയതിന് ശേഷം ഈ ആഹാരത്തിൽ ഇതുകൊണ്ട് അതുകൊണ്ട് കഴിക്കണമെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവും. പക്ഷെ കൊച്ചുകുട്ടിക്ക് അത് പിടികിട്ടൂല. അതേപോലെ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ഈ മനുഷ്യദൈവങ്ങളുടെ പിറകെ പോയി തൊഴുത് എന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ശിശുക്കൾക്ക് ഇതിനപ്പുറത്തോട്ട് സംശയമോ ചോദ്യമോ വരാത്ത കാലത്തോളം ഇതൊന്നും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർ അമ്പലത്തിൽ പോണം, അല്ല ഇങ്ങനെയുള്ള മനുഷ്യദൈവങ്ങളുടെ പിറകെ പോണം. കാരണം അവർക്ക് ഞാൻ ഈ പറയുന്ന പൊയ്ക്കൂടോ എന്ന് ആരെങ്കിലും പറഞ്ഞ് നിർത്തിയാൽ ഇവർക്ക് ഇതുമില്ല അതുമില്ല ഒന്നുമില്ലാതായി പോകും. അപ്പൊ അവിടെ ആത്മാവ് ഭക്തിയിലേ വളരൂല. അപ്പൊ ഭക്തി ആദ്യം വളരണം. ഭക്തി വളരണമെങ്കിൽ ഇങ്ങനെയുള്ള മീഡിയം ഭക്തി മാർഗങ്ങൾ വേണം. അവിടെ അന്ധമായി വിശ്വസിച്ചും കൊണ്ട് ഭക്തി വളർന്ന് ഒരു ലെവലായി ചിലപ്പോൾ 1, 2, 3, 4 ജന്മങ്ങൾ കഴിയുമ്പോഴായിരിക്കും ശരിക്കും ഇതാണോ ദൈവം? ദൈവമാണെങ്കിൽ ഒരു ദൈവമല്ലേ വരുള്ളൂ, ഇത്രയും ദൈവങ്ങൾ എങ്ങനെ? അല്ലെങ്കിൽ തന്നെ ഇയാള് ദൈവം എന്ന് പറഞ്ഞിരിക്കുന്ന ആള് അങ്ങോട്ട് പെർഫെക്റ്റ് അല്ലല്ലോ, ഇയാള് കള്ളത്തരങ്ങൾ കാണിക്കുകയല്ലേ, ഈ പൂജ ശരിക്കും ഇയാൾ യഥാർത്ഥത്തിൽ പൂജ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛൻ ശരിക്കും പറഞ്ഞാൽ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ അല്ലല്ലോ ജീവിക്കുന്നത്, ഈ പാസ്റ്റർമാരൊക്കെ ഇങ്ങനെയാണ് കാണിക്കുന്നത്, ഇത് എന്ത് ഇങ്ങനെയൊക്കെ നമുക്ക് സംശയങ്ങൾ വരും. അത് എപ്പോ വേണോ വരാം. നമ്മൾ ആത്മാവ് വളർന്നു തുടങ്ങുമ്പോഴാണ് ഈ സംശയങ്ങൾ വരുന്നത്. ഈ സംശയങ്ങൾ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ചില കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. എന്നാലും പൂർണ്ണമായിട്ട് ഇതൊക്കെ ഉപേക്ഷിക്കാനൊന്നുള്ള മനസ്സെത്തയില്ല. അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ പോയി നോക്കണം. പക്ഷെ ഇങ്ങനെയുള്ള വ്യക്തികളിലൂടെയും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ നെഗറ്റീവ് ആണെന്ന് ഞാൻ പറയുന്നത് കൊണ്ട് ഇത് മനസ്സിൽ വെക്കുക. പക്ഷെ നമുക്ക് ഇത് ഉപേക്ഷിക്കാനോ ഇത് മതിയാക്കാനുള്ള മനസ്സ് വരൂല. കാരണം ഇത് ഓരോരുത്തർക്കും ആത്മാവിന്റെ വളർച്ച അനുസരിച്ച് നമുക്ക് ഓരോന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അറിവ് ഇങ്ങനെ എത്രയാണോ കിട്ടും. ഇപ്പൊ നമ്മള് മേഖലയിൽ തന്നെ കാണാറുണ്ടല്ലോ, അങ്ങ് ത്രൂ ഔട്ട് യൂട്യൂബിലൂടെ ഇങ്ങനെയുള്ള അറിവുകൾ കിട്ടുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇതെല്ലാം അറിവുകളാണ്. ഇതിൽ ഒരെണ്ണം പോലും അവരുടെ ജീവിതത്തിൽ പാലിക്കാൻ പറ്റൂല. അതുപോലെ ഇതൊന്നും കേൾക്കുന്നത് മനസ്സിൽ പോലും ഇരിക്കൂല, മറന്നു പൊയ്ക്കൊണ്ടിരിക്കും, ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ ഇതെങ്ങനെയാണ് ഇത് ഏതാണ് ശരി, ഇത് ഏതാണ് തെറ്റെന്ന് തിരിച്ചറിവ് വരുന്നത് എങ്ങനെയാണ്? ഇവർ ഈ അറിവെല്ലാം നേടിയതിനു ശേഷം അവർ പഴയതുപോലെ തന്നെ ജീവിക്കും. അവർ പെട്ടെന്നൊരു മാറ്റം പറ്റൂല. മനസ്സങ്ങനെയാണ്, ബോധ മനസ്സ് എന്തിനാണ് അറ്റാച്ച്ഡായി കിടക്കുന്നത് അത് എന്നെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ പിന്നെ അവർ മുന്നോട്ട് ജീവിക്കുമ്പോൾ ഈ അറിവ് കിട്ടിയ ആത്മാവ്, നമ്മളിതൊക്കെ കേൾക്കുമ്പോഴും നമ്മൾ ആത്മാവും ഇതൊക്കെ കേട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ കാര്യങ്ങൾ. ഇത് മനസ്സിലാക്കണം. പക്ഷെ ആത്മാവിന് ഭൗതികമായിട്ടുള്ള അറ്റാച്ച്മെന്റ്, അച്ഛൻ, അമ്മ, വീട്, ജോലി, ഇതിലൊന്നും ആത്മാവിന് ബന്ധമില്ലാത്തതുകൊണ്ട് ഈ മെസ്സേജിലൂടെ, ഇപ്പൊ എന്റെ മെസ്സേജ് ആണെങ്കിലും മറ്റ് മെസ്സേജിലൂടെ ആണെങ്കിലും കിട്ടിയ കാര്യങ്ങൾ ആത്മാവിന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം ഉള്ള വ്യഗ്രത വരും. പക്ഷെ നമ്മൾ അത് തയ്യാറല്ല. നമ്മൾ അച്ഛൻ പഠിപ്പിച്ചതും നമ്മൾ കുടുംബപരമായിട്ടുള്ള കാര്യത്തിലും പാരമ്പര്യം ഇതിലൊക്കെ പെട്ട് നമ്മൾ അത് തന്നെ ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആത്മാവ് അകത്തിരുന്നും കൊണ്ട് നമ്മളെ ഉപദേശിക്കുകയും തോന്നൽ കൊണ്ട് തരികയും ഇല്ലെങ്കിൽ മറ്റ് അദൃശ്യ ശക്തികളുമായിട്ടൊക്കെ ചേർന്ന് നമ്മളെ സാഹചര്യത്തിൽ നിന്ന് നമ്മളെ മാറ്റുകയും തടസ്സങ്ങൾ വരികയും ഇനി നെഗറ്റീവായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ അവിടെ നിന്ന് ശല്യങ്ങൾ വരികയും ഇങ്ങനെയൊക്കെ നമ്മളെ ആത്മാവിന് അനുഭവിച്ച് അല്ലെങ്കിൽ നമ്മളെ ആത്മാവിലൂടെ നമുക്ക് അനുഭവിച്ച് വരുമ്പോഴാണ് ജ്ഞാനം എന്ന് പറയുന്ന കാര്യം ലഭിക്കുന്നത്. അതായത് ജ്ഞാനം എന്ന് പറയുന്നത് എക്സ്പീരിയൻസിലൂടെ, അനുഭവത്തിലൂടെ പഠിച്ച കാര്യം. അറിവ് ഇപ്പോൾ 1000 അറിവ് നമുക്ക് കിട്ടിയെങ്കിലും ചിലപ്പോൾ ഒരു 10 ആയിരിക്കും നമ്മൾ അതിൽ ജ്ഞാനിയാവണത്. ഈ 10 ആയിരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കണത്. ബാക്കി ഇനിയും ആയുസ് തീരുന്നതിനകത്തെ ബാക്കി പഠിക്കുകയുള്ളൂ. ബാക്കി അനുഭവത്തിലൂടെ അത് ശരി, ഇതാണ് തെറ്റെന്ന് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യം തന്നെ വെറും ശിശുക്കളായി നിൽക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്ന മെസ്സേജുകൾ വെറുതെ കേൾക്കുന്നു, പക്ഷെ ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല. എന്തൊക്കെ പറയുന്നു, എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. പക്ഷെ പറയുന്നതിൽ എന്തൊക്കെ കാര്യമുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല എന്നാണ് നിങ്ങളുടെ മനസ്സെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന അമ്പലത്തിലോ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ധൈര്യമായി പോകാം. ഒരൊറ്റ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഈ കാലഘട്ടത്ത് നെഗറ്റീവിന്റെ നിയന്ത്രണത്തിലാണ്. ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇത് മനസ്സിലായല്ലോ. ഇത് വെച്ചും കൊണ്ട് നിങ്ങൾക്ക് ഭക്തിയിൽ എവിടെ വേണോ എന്തുവേണോ പോവാം. ബാക്കി നിങ്ങളുടെ അനുഭവത്തിലൂടെ നിങ്ങൾ വേണം കണ്ടെത്താൻ. അവിടെ പോയിട്ട് എനിക്ക് തൃപ്തി വരുന്നുണ്ടോ, അവിടെ പോയതിനു ശേഷം എന്റെ കുടുംബത്തിലും വിഷയങ്ങൾക്കും പരിഹാരങ്ങൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ മാറുന്നുണ്ടോ, ഇതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. നിങ്ങളുടെ അനുഭവത്തിൽ ഇതൊന്നും നിങ്ങൾക്ക് വർക്ക് ആകുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കണം, ഇതില്
എനിക്ക് പ്രയോജനമൊന്നുമില്ല. അതേസമയം ഇങ്ങനെയൊക്കെ പോകുന്ന സ്ഥലത്ത് ഇപ്പൊ ഈ അടുത്ത സമയത്ത് 2-3 പേരെ വിളിച്ചിട്ട് പറഞ്ഞ് ഇപ്പോഴും അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നല്ല എനർജി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് എനർജി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ താങ്കൾ പറയും, സാറ് പറയുന്നു അത് നെഗറ്റീവ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് എനിക്ക് ആ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് ഇഷ്ടം വരുന്നത്, അല്ലെ നമ്മുടെ ആത്മാവ് ഒരു എനർജി, ഒരു ഊർജ്ജമായി വരുമ്പോഴാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അനുഭവപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ വളരെ ശിശുവായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ആത്മീയത്തിൽ വളരെ അറിവോ അല്ലെങ്കിൽ ഈ അറിവെന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന അറിവുണ്ട്, കേട്ടറിവുണ്ട്, പക്ഷെ അനുഭവ അറിവുകളൊന്നുമില്ല. ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് നമ്മൾക്ക് ഈ ജ്ഞാനം വരുന്നില്ല, അല്ലെങ്കിൽ അത്ര കണ്ട് സംശയങ്ങളോ ഒന്നും വരാത്ത ലെവലിൽ അത്രേ വളർച്ചയുള്ളെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള ഒരു ഫ്രീ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. കാരണം നമുക്ക് ഈ ആത്മീയ അറിവോ ജ്ഞാനോ ഒന്നും വലുതായിട്ടൊന്നും വന്നിട്ടില്ല, ചുമ്മാ എന്തൊക്കെ കേൾക്കുന്നല്ലാതെ ഒന്നും വർക്കിംഗ് ആയിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് ഈ അദൃശ്യ ശക്തികൾ ഫ്രീ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യും. ഇങ്ങനെയുള്ള അമ്പലങ്ങളിലോ ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടും, അവിടുത്തെ നെഗറ്റീവ് നിങ്ങൾക്ക് ശല്യം ചെയ്യൂല. പക്ഷെ അവിടെ അല്പം പോസിറ്റീവ് ഉണ്ട്, പണ്ടേ ഉള്ളതുകൊണ്ട് അത് നിങ്ങളുടെ ആത്മാവ് അനുഭവിച്ച് ആ ഒരു സന്തോഷം പങ്കിടുമ്പോഴാണ് ഈ എനർജി ഫീൽ ചെയ്യുന്നത്. അല്ലാതെ അവിടെ ഫുൾ പോസിറ്റീവ് ആയതുകൊണ്ടല്ല, അവിടുത്തെ പോസിറ്റീവേ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുള്ളൂ, അവിടുത്തെ നെഗറ്റീവിനെ ദൈവം തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നു. കാരണം അത് നിങ്ങൾ ശിശു ആയതുകൊണ്ട്. പക്ഷെ നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി നിങ്ങൾ പല അനുഭവത്തിലൂടെ പലതും പഠിച്ച് വരുന്നതിന് ശേഷം, നിങ്ങൾ ആത്മാവ് കുറച്ച് പവർഫുൾ ആയതിനു ശേഷം പിന്നെ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ കുറച്ച് വലിയ കുട്ടിയായി. അപ്പൊ പിന്നെ ഈ ഫ്രീ പ്രൊട്ടക്ഷൻ അത്ര കണ്ട് കിട്ടൂല. പിന്നെ പ്രൊട്ടക്ഷൻ കുറച്ചൊന്ന് കുറയും, തന്നെ അത് കുറയും. ഒരു പ്രോസസ്സാണ്, ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്ര ഒരാൾ ആത്മീയത്തിൽ ഇത്രയും വളർന്നാൽ അയാളുടെ ഫ്രീ പ്രൊട്ടക്ഷൻ ഇത്രയും കുറയും, കുറെ കൂടെ വളർന്നാൽ കുറെ കൂടെ കുറയും. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഈ മറ്റു അതർ ശക്തികൾക്ക് പ്രകൃതി അല്ലെങ്കിൽ ദൈവം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് നിങ്ങളുടെ ആത്മീയ വളർച്ച വരുന്നതനുസരിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കുറയുമ്പോൾ ചെറുതായിട്ട് ഈ നെഗറ്റീവ്സിന്റെ ശല്യം നിങ്ങൾ അനുഭവപ്പെട്ട് തുടങ്ങും. അങ്ങനെ തുടങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, എന്റെ ഈ സ്റ്റേജ് കഴിഞ്ഞു, ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ശക്തമായി എതിർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് പെട്ടെന്ന് നിർത്താൻ പറ്റൂല എന്നുള്ള മനസ്സ് നിങ്ങൾക്ക് വരും. കാരണം ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്, ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പോഴാണ് ചില പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത് എന്നും പറഞ്ഞ് പെട്ടെന്ന് ഈ പോക്ക് നിർത്താൻ പറ്റൂല. കുടുംബക്കാര് ചിലപ്പോൾ നമുക്ക് വട്ടെന്ന് പറയും, നമ്മൾ നിരീശ്വരവാദിയായി പോയി എന്ന് പറയും. ഇങ്ങനെയൊക്കെ പല തടസ്സങ്ങൾ വരണത് കൊണ്ട് വീണ്ടും നിങ്ങൾക്ക് പോകാൻ നിർബന്ധമാകും. അങ്ങനെ വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞതുപോലെ ശക്തമായി പ്രാർത്ഥിച്ച് നമ്മൾ ദൈവത്തോട്, സൃഷ്ടാവ ദൈവത്തോട് പ്രൊട്ടക്ഷൻ വാങ്ങിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ. അങ്ങനെ പോയിട്ടും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, പ്രൊട്ടക്ഷനൊക്കെ പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും പ്രശ്നമാണെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കണം, നിങ്ങൾ ഇനിയും വളർന്നു കഴിഞ്ഞു. ഈ പ്രാർത്ഥനയിലൊന്നും ഇനി പ്രൊട്ടക്ഷൻ കിട്ടൂല. കാരണം ഇനി നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണ്ട എന്ന സ്റ്റേജ് എത്തിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് തോന്നും അത് വീട്ടുകാരുടെ പ്രശ്നം, നാട്ടുകാരുടെ പ്രശ്നം, അതൊരു പ്രശ്നം, അതുകൊണ്ട് ഇനി പോയേ പറ്റൂ നിങ്ങൾക്ക് തോന്നിയാലും അദൃശ്യ ശക്തികൾക്ക് അല്ലെങ്കിൽ ദൈവത്തിന് അത് അറിയാം. നിങ്ങൾ ഈ പോക്ക് മതിയാക്കിയാലും വീട്ടിലൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. ഉണ്ടായാൽ തന്നെ നിങ്ങൾക്ക് അത്രയും ആത്മീയ വളർച്ച വന്നത് കാരണം അവരോട് എന്ത് സംസാരിച്ച് എങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ ചെയ്ത് നിൽക്കാനുള്ള മടി കാരണം, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ഞാൻ ചെയ്യണത് ശരിയാണോ എന്നൊക്കെ ഉള്ള സംശയം കാരണം നിങ്ങൾ നിങ്ങളുടെ കഴിവ് ഉപയോഗിക്കാതെ തരണം ചെയ്ത് നിൽക്കാത്തതാണ് എന്ന് മനസ്സിലാക്കണം. കാരണം നമുക്കിതിന് കഴിവുണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്കറിയണേക്കാട്ടിലും ദൈവത്തിനറിയാം. പക്ഷെ നമ്മൾ മടിച്ചു നിൽക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് എത്ര എതിർത്ത് പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെയുള്ള നെഗറ്റീവ് സ്ഥലങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ വിമ്മിഷ്ടോ അല്ലെ തടസ്സങ്ങളോ തലവേദന ഛർദ്ദിക്കാൻ തോന്നുന്നു പല അനുഭവങ്ങൾ വരും. നെഗറ്റീവ് എന്താണ് ചെയ്യണം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എത്ര പ്രാർത്ഥിച്ചിട്ടും ഈ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കിയെടുക്കണം, ഇനി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ചെന്ന് പോയാൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ മാക്സിമം മറ്റുള്ളവരുടെ അടുത്ത് ഞാൻ വരുന്നില്ല എന്ന രീതിയിൽ തന്നെ ഉറച്ചു നിന്നും കൊണ്ട് നിങ്ങൾക്ക് താല്പര്യമില്ല, എനിക്ക് അവിടെ പോയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയാനുള്ള മനസ്സ് നിങ്ങൾക്ക് വരണം. അതേസമയം ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലെ എന്റെ മെസ്സേജ് കേൾക്കുകയോ ഇങ്ങനെയുള്ള കാര്യത്തിലോ ഒന്നും ഒരു തടസ്സമില്ല, പോയിട്ടും യാതൊരു പ്രശ്നം ഇല്ലെങ്കിൽ നിങ്ങൾ പോണേന് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അത്രയും വളർച്ച വന്നിട്ടില്ല. ഭാവിയിൽ നിങ്ങൾക്ക് ആത്മവളർച്ച വരുമ്പോൾ പടിപടിയായിട്ട് ആ മനസ്സ് മാറി വരികയോ തടസ്സങ്ങൾ വരികയോ ചെയ്യും. എനിക്കിത് ഒരാളെ വിളിച്ച് ചോദിക്കുമ്പോൾ ശരിക്കും ഞാൻ പോണോ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിങ്ങനെ പറയാൻ പറ്റൂല, നിങ്ങൾ പോണം അല്ലെങ്കിൽ നിങ്ങൾ പോണ്ട എന്ന് എനിക്ക് പറഞ്ഞുതരാൻ പറ്റൂല. നിങ്ങൾ തന്നെ കണ്ടെത്തി മനസ്സിലാക്കി പോവേണ്ടതാണ്. ഇനി അങ്ങനെയാണ് ദൈവത്തിന്റെ പ്ലാൻ. അവരവർ തന്നെ അവരവരുടെ ആത്മാവിനെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകണം, അങ്ങനെ വളർന്നു വരണമെന്നാണ് ദൈവത്തിന്റെ പ്ലാൻ. അപ്പൊ എന്നിലൂടെ വരുന്നവരെ എനിക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ കാലഘട്ടത്തെ കലിയുഗത്തിന്റെ ആൾക്കാർ ഗുരുക്കന്മാർ പറഞ്ഞിരുന്നത് പോലെ കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ആ നിങ്ങൾ വയ്ക്കൂ, ആ നിങ്ങൾ പോണ്ട എന്ന് പറയാനല്ല എന്റെ വഴി. എന്നിലൂടെ ദൈവം ചെയ്യുന്നത് ഓരോരുത്തരെയും
വളർത്തി അവനവൻ തന്നെ വളർന്ന് ആത്മാവിനെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരുന്ന രീതിയാണ് എന്നിലൂടെ ചെയ്യുന്നത്. അപ്പൊ എന്നെ വിളിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ പോയി നോക്ക്, തടസ്സമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മതിയാക്കിക്കോ, അല്ലെങ്കിൽ എതിർത്ത് പ്രാർത്ഥിച്ചോ എന്നെങ്കിൽ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റ് എന്നെനിക്ക് പറയാൻ പറ്റൂല. ഇപ്പൊ നെഗറ്റീവായി നിൽക്കുന്ന ഒരാള് എന്റെ അടുത്ത് പോകും, ദൈവത്തിന്റെ നെഗറ്റീവ് വശത്തോട്ട്, അതായത് തീ ഭാഗം, കോപവശം, അങ്ങോട്ട് പോകാനുള്ള ഒരു വ്യക്തി, ഒരു ആത്മാവ് എന്നെ വിളിച്ചിട്ട് മാംസം കഴിക്കണം ശരിയോ തെറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ മാംസം കഴിക്കണമെന്നേ പറയാൻ പറ്റുള്ളൂ. അതേസമയം വിഷ്ണുഭാവത്തിലോട്ട് പോകാൻ, സ്നേഹത്തിന്റെ ഭാവത്തിലോട്ട് പോകേണ്ട ഒരു വ്യക്തി പറഞ്ഞാൽ ഞാൻ കഴിച്ചുകൂടെന്നേ പറയാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾ കണ്ടെത്തേണ്ടതാണ്, അല്ലാതെ എനിക്കിത് പറയാൻ പറ്റൂല. നിങ്ങൾ കഴിച്ചോ, നിങ്ങൾ കഴിക്കേണ്ടതെന്ന് എനിക്കിങ്ങനെ പറഞ്ഞുതരാൻ പറ്റൂല. അത് നിങ്ങൾ തന്നെ ആത്മീയമായി വളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും നിങ്ങൾ ഏതിലോട്ട് പോകണം. ഇത് നിങ്ങൾ കണ്ടെത്തണം, എന്നിട്ട് നിങ്ങൾ തന്നെ ഒഴിവാക്കണം. എങ്ങനെ ഒഴിവാക്കും? നിങ്ങൾക്ക് തന്നെ റിജക്ഷൻ വരും. നിങ്ങളുടെ ആത്മാവ് വളർന്ന് വരണ അനുസരിച്ച് ആത്മാവ് നിങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് ആത്മാവ് നിങ്ങൾ കൊണ്ടുപോയിക്കോളും. ഇപ്പൊ നിങ്ങളെ ദൈവം, നിങ്ങളുടെ ആത്മാവ് സ്നേഹഭാവത്തിലോട്ടാണ് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാംസം ശരീരത്തിന് ദഹിക്കില്ല, അതിന്റെ മണം ഇഷ്ടപ്പെടില്ല, റിജക്ഷൻ വരും. അങ്ങനെയുള്ളവർ തന്നെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾ ആത്മാവിനെ തിരിച്ചറിഞ്ഞിട്ട് ഒഴിവാക്കിക്കൊള്ളണം. ഇല്ലെങ്കിൽ ഇത് വിമിഷ്ടമായിട്ട് രീതിയിൽ വരും. ഇല്ലെങ്കിൽ നമ്മൾ ആഹാരം ഈ മാംസമൊക്കെ കഴിച്ചിട്ട് നമ്മൾ വാക്കാനിക്കുന്നു, ഛർദ്ദിക്കാൻ തോന്നും, ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങളും ദർശനങ്ങളും കാണിച്ചു തരും. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ആത്മാവ് തന്നെ നിങ്ങളെ മനസ്സിലാക്കി വെച്ചിട്ട് ഇത് ഒഴിവാക്കിക്കും. അതേസമയം നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല, ഇതിലൂടെ നല്ല ഗുണം വരുന്നു, നിങ്ങൾക്ക് ഭയങ്കര തൃപ്തിയാണ്, നിങ്ങൾക്ക് യാതൊരു ദോഷവും വരുന്നില്ല. പക്ഷെ ആത്മീയ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട്, ഇതെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ മാംസം കഴിക്കുന്നതിന് ഒരു തടസ്സവും വരുന്നില്ലെങ്കിൽ നിങ്ങൾ അത് തുടരണം. കാരണം നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾ അത്രയും ആത്മാവ് വളർന്നിട്ടില്ല, ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ കോപഭാവത്തിലേക്ക് പോകേണ്ട ആത്മാവായിരിക്കും. ദൈവത്തിന് രണ്ടു വശത്തും ആൾക്കാർ ആവശ്യമുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ ഒരാൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെസ്സേജ് ഇടുമ്പോൾ തന്നെ നിങ്ങൾ അതിന്റെ കമന്റുകൾ നോക്കിയാൽ മതി. ചിലർ 100% ശരിയെന്നും പറഞ്ഞ് ചിലർ പറയും, ഇത് മൊത്തം ശരിയല്ല, പലതും ഇതിനകത്ത് ശരിയല്ല എന്ന് ചിലർ പറയും. ചിലര് പറയുന്നത് മൊത്തമേ തെറ്റ്, നിങ്ങൾക്ക് വട്ടാണ്, നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് ചിലർ റിജക്ട് ചെയ്യും. ചിലര് പറയും ഇതാണ് ശരി, പക്ഷെ ഇതിന്റെ പിന്നെ ഇനിയും ചില മർമ്മങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് പുള്ളിക്ക് അറിയാന്നുള്ള ചില പുള്ളിയുടെ അറിവുകളൊക്കെ ഇതിന്റെ കമന്റുകൾ കാണാറുണ്ട്. പിന്നെ ഒരു മെസ്സേജ് വരുമ്പോൾ ഒരാളൊരു കാര്യം പറയുമ്പോൾ തന്നെ ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായമാണ്. ഇപ്പൊ ഒരു 30% ചിലപ്പോൾ അംഗീകരിക്കും, 20% റിജക്ട് ചെയ്യും, ഒരു 10% ചിലപ്പോൾ ചീത്ത വിളിക്കും. ഇങ്ങനെ പലരും പല അഭിപ്രായമാണ്. എന്തുകൊണ്ടാണ്? ഓരോരുത്തരുടെയും ആത്മീയ വളർച്ച ഓരോ ലെവലിലായതുകൊണ്ടാണ്. നമ്മൾക്ക് മനുഷ്യരെ മുഖത്ത് നോക്കിയോ മീശയോ താടിയോ മുടിയോ ഉടുപ്പോ തൊലിവെളുപ്പോ ഇതൊന്നും കണ്ടുകൊണ്ട് നമുക്ക് ആത്മീയ വളർച്ച അളക്കാൻ പറ്റില്ല. ആത്മീയ വളർച്ച പലർക്കും പല ലെവലിലാണ്, പലർക്കും പല ശരികളാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ നിന്നും ഫലം വരുന്നതും ഈ ആത്മീയ വളർച്ച നോക്കിയിട്ടാണ്. അതായത് നമ്മുടെ പ്രാർത്ഥന കണ്ടിട്ടില്ല ആത്മാവ് എത്ര വളരുന്നു. ചുരുക്കം പറഞ്ഞാൽ ഒട്ടും ആത്മവളർച്ച ഇല്ലാത്ത ഒരു വ്യക്തി, ഒട്ടും ആത്മവളർച്ച ഇല്ലാത്ത ആത്മീയ കാര്യങ്ങളെ കുറിച്ച് ഒരു അറിവും കിട്ടുന്നില്ല, കേട്ടാൽ തന്നെ ഒന്നും മനസ്സിലാകുന്ന വ്യക്തി എന്ത് പ്രാർത്ഥിച്ചാലും എന്തൊക്കെ ചെയ്താലും അവന് പെട്ടെന്ന് ദൈവത്തിൽ നിന്ന് റിസൾട്ട് കിട്ടും. കാരണം അത്ര ശിശു ആയതുകൊണ്ട് നെഗറ്റീവിന്റെ ഒരു ശല്യവും വരാതെ ദൈവം അവനെ ഫ്രീ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യും. പക്ഷെ നല്ല ആത്മീയ വളർച്ച വന്ന ഒരു വ്യക്തി വെറുതെ കിടന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടോ കരഞ്ഞു വിളിച്ചത് കൊണ്ടോ ഫലം വരില്ല. കാരണം അവൻ അത്രയും വളർച്ച വന്നതുകൊണ്ട് എന്തൊക്കെയാണോ അവൻ അറിഞ്ഞത്, എന്തൊക്കെ ജ്ഞാനം ലഭിച്ചു, അതനുസരിച്ച് മുന്നോട്ട് ജീവിച്ചാലേ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഫലം വരുള്ളൂ എന്ന സത്യം തിരിച്ചറിയുക. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.